വെൽക്കം ബാക്ക്. ഇത് കണ്ടിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടായിരിക്കും ഞാൻ എന്തെങ്കിലും വെച്ചുവാണി കച്ചവടം നടത്താൻ പോവാണെന്ന്. അല്ല, ഞങ്ങളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് കേട്ടോ. അതിന്റെ കോലാഹലങ്ങളായി കാണുന്നതൊക്കെ കേട്ടോ. എങ്ങോട്ടാണെന്നുള്ള കാര്യം വഴിയെ പറയാം. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പൊ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. എല്ലാം സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഓരോ ദിവസത്തേക്കുള്ളത് ഇങ്ങനെ സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട്, ഓരോരോ ജോഡി. പിന്നെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ബാഗിലേക്ക് കയറ്റിയാൽ മാത്രം മതി കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യാൻ സമയമില്ല. ഞങ്ങൾ ഇന്നിപ്പോൾ സെപ്റ്റംബർ 16 ഇന്ന് വൈകുന്നേരമാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് പോയിട്ട് തിങ്കളാഴ്ച 21-ാം തീയതി റിട്ടേൺ വെളുപ്പിനെ തിങ്കളാഴ്ച രാവിലെ നമ്മളിവിടെ ലാൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. നമ്മൾ പോകുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പം കൊച്ചിയൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരമൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയേക്കാമെന്ന് ഓർത്തു. അതുകൊണ്ട് ഒരു 2-2:30-3 മണിക്കുള്ളിൽ ഇറങ്ങണമെന്നാണ് കരുതിയേക്കുന്നത്. ഇപ്പം സമയം 1:45 കഴിഞ്ഞു. ഞാൻ കുളിച്ച് റെഡി ആയിട്ടുള്ളൂ. ഇനി ഇതെല്ലാം പാക്ക് ചെയ്യണം, ഡ്രസ് ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അധികം സമയമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പാക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചേക്കല്ലേ, അങ്ങോട്ട് കയറ്റിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്ന് വെയിറ്റ് ഒന്ന് നോക്കണം. നമുക്ക് 7 kg പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് 7 kgക്കുള്ള സാധനങ്ങളൊക്കെ ഏകദേശം ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കയറ്റി വെയിറ്റ് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയൊരു ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇത് പാസ്പോർട്ടും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം വേണ്ടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അധികം കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം 7 kg എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കണമല്ലോ എല്ലാം തന്നെ. നമുക്ക് അവിടെ 5 days സ്റ്റേ ഉണ്ട്. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്, പോകാൻ ഇറങ്ങുകയാണ്. ഇപ്പം സമയം 2:30 ആയിട്ടുണ്ട്. അപ്പം കൊച്ചിയിലൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ 2:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഹായ്, ഇപ്പം നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. ഇപ്പം കുറച്ച് ദൂരം എത്തിയിട്ടുണ്ട്. അപ്പം ഇതാ ഞങ്ങളുടെ കൂടെ ഒരു പെരുമ്പാവൂരൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇടയ്ക്കിറങ്ങി ചായയും ജ്യൂസും കടിയൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. പോകുന്നവർക്ക് എനിക്ക് എവിടെയെങ്കിലും പോവാണ് അങ്ങനെ ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പോകുന്ന തിരക്കിൽ അതിൻ്റെ ഇതിൽ ഞാൻ നിൽക്കും. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊക്കെ ദൂരമായപ്പോൾ നല്ല രീതിയിൽ വിശന്നു. അപ്പോൾ ഞാനൊരു ജ്യൂസും ചായയും പിന്നെ കടിയൊക്കെ കഴിച്ചു. നല്ല കടിയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഒരു 5:30 കൂടി ഞങ്ങൾ കൊച്ചി എത്തി കേട്ടോ. കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എത്തി. അപ്പം നമ്മളോർത്ത് ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. പിന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യമില്ലേ, ബ്ലോക്ക് റോഡിൻ്റെ കാര്യമൊക്കെയാണ്. ഒന്ന് മിസ്സായിപ്പോയാൽ ഫ്ലൈറ്റ് മിസ്സാവും, പിന്നെ പോക്ക് മുടങ്ങും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ എല്ലാം കറങ്ങി വന്നിട്ട് ഒരു 6:30 കൂടി ഞങ്ങൾ വൈകിട്ടത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറി. ആര്യാസിലാണ് കേട്ടോ കയറിയത്. എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഇതുപോലെ ആര്യാസിൽ കയറി കഴിക്കാനാണ് എനിക്കും ആൾക്കും ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ആര്യാസിൽ കയറി കേട്ടോ. എനിക്ക് വിശന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 2-3 കടിയൊക്കെ ഞാൻ കഴിച്ചിരുന്നു കേട്ടോ. ഞാനൊരു ചെറിയ കോയിൻ പൊറോട്ടയും വെജിറ്റബിൾ കറിയാണ് കഴിച്ചത്. പിന്നെ ഒരു ലെമൺ ജ്യൂസും കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡിന്നറും കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോയി. 7 മണിയോടുകൂടി ഞങ്ങൾ എയർപോർട്ടിൽ എത്തി കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഉള്ളിലേക്ക് പോയി കേട്ടോ. നമ്മളിപ്പോൾ ഇത് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് കയറിയിരിപ്പുണ്ട്. ഫ്ലൈറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം സമയം 9:30 അല്ല 9:15. നമ്മുടെ ഫ്ലൈറ്റ് ഒരു 10:30 ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്, അറിയില്ല. അപ്പം ഞാൻ കഴിഞ്ഞിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ.
നമ്മളെ എയർപോർട്ടിൽ വെച്ച് കാർത്തിക് സൂര്യയെ കണ്ടു കേട്ടോ. ഒരു സെൽഫിയൊക്കെ എടുത്തു. നമ്മൾ TV ഷോയിലും വീഡിയോസിലൊക്കെ എങ്ങനെ കാണുന്നോ, യൂട്യൂബിലൊക്കെ കാണുന്ന അതേപോലെ തന്നെയുള്ള സംസാരം കാര്യങ്ങളായിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. സെൽഫി എടുക്കണമെന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് സെൽഫി എടുത്ത് വേറെ ആൾക്കാർ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എത്തി. നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ പോകുന്നത് തായ്ലൻഡിലേക്കാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പിന്നെ ഒന്ന് മെൻഷൻ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് പിടിച്ചു. ഗേസ് നമ്മളങ്ങനെ തായ്ലാൻഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് നേരെ ഇപ്പോൾ സൂയിലേക്കാണ് കേട്ടോ പോകുന്നത്. ബാങ്കോക്കിൽ തന്നെയുള്ള ശ്രീരാജ ടൈഗർ സൂ എന്ന് പറഞ്ഞ സൂയിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സൂയിലെത്തിയിട്ടുണ്ട്. സൂയിലെത്തിയ ഉടനെ തന്നെ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചെയ്തത്. നമ്മളൊന്നും തന്നെ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ സൂയിലേക്ക് പോയത്. ഇത് സൂയിൽ തന്നെയുള്ള സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ കിട്ടുന്ന ബൊഫെ സെറ്റപ്പോട് കൂടി നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. ഈ ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെ ടൈഗറിനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഗ്ലാസ്സിനപ്പുറമായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. ഇത് കണ്ടോ, അവിടെ കടുവാക്കുട്ടന്മാർ വിശ്രമിക്കുന്നത് നമുക്കിവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഇത് നമ്മളെ ഹോട്ടലിൽ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന ചേച്ചിയാണ് കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോൾ ആ ചേച്ചിയോട് കൂടെ ഒരു ഫോട്ടോ എടുത്ത് ഒരു ഹൈ ഒക്കെ പറഞ്ഞ് ഹൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ ഞങ്ങൾ പിന്നെ സൂയിലേക്കാണ് പോയത്. സൂയിൽ നമുക്ക് ഒരാൾക്ക് പെർ ഹെഡ് 400 ബാത്ത് അങ്ങനെയാണ് കേട്ടോ ടിക്കറ്റ്. ബിഗ് ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടിയിലാണ് കേട്ടോ പോണത്. ഈ വണ്ടിയിലാണ് നമ്മൾ പോണത്. നടക്കൊന്നും വേണ്ട, അങ്ങ് അവരെ കൊണ്ടുപോവേ. അങ്ങനെ യോയോ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ടൈഗർ
ആദ്യം ഫോട്ടോ എടുക്കാൻ കയറിയ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ആൾക്ക് എന്നിലും പേടിയാണ്. എന്നാലും എന്തോ ഞങ്ങളെല്ലാം കൂടെ തള്ളിവിട്ടപ്പോൾ ആളങ്ങ് പോയി. ആൾ ഫോട്ടോ എടുക്കണ കണ്ടപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കോഴിത്തൂല, പൂച്ച, പല്ലി, പാറ്റ ഇവയൊക്കെ നല്ല പേടിയാണ്. പിന്നെ ആൾ ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ചെറിയ ധൈര്യം വന്നു. ഏറ്റവും ലാസ്റ്റാണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കണില്ല. അങ്ങനെ അവരവിടെ ഫോട്ടോ, നമുക്ക് അതിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ കയറാൻ പറ്റില്ല, ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ ഒരു ടൈം. അങ്ങനെ ഞാനും കയറി. എൻ്റെ ഇരിപ്പ് കണ്ട അറിയത്തില്ല, നല്ല പേടിച്ച് വിറച്ച് വരണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഫോട്ടോ എടുക്കണമല്ലോ, വീഡിയോസ് എടുക്കണമല്ലോ എന്ന് കരുതി ഞാൻ പോസ് ചെയ്താണ്. ആ വാലിലൊക്കെ പിടിച്ചപ്പം എൻ്റെ അടിമുടി വരയ്ക്കണുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു എർത്ത് കയറിപ്പോകുന്ന പോലെ ആയിരുന്നു. എന്നാലും ഞാൻ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളിതുവരെ ഒന്നും പിന്നെ അടുത്ത് ഒരു പൂച്ചയൊക്കെ പോയാൽ തന്നെ ഞാൻ കട്ടിലൊക്കെ ചാടി കയറിയിരിക്കും. ഏതെങ്കിലും വീട്ടിലൊക്കെ പോകുമ്പോൾ പൂച്ചേനെയൊക്കെ കാണുമ്പോൾ അത്രയ്ക്ക് പേടിയുള്ള ആൾ ഞാനാണ്. ആ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് നമ്മുടെ ടൈഗറിന് ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് ഷൂട്ട് ചെയ്തിട്ട് അവരിങ്ങനെ ഇത് മീറ്റിങ്ങിന് മുകളിലിട്ടേക്കും. അത് നമ്മൾ ഇത് കണ്ടോ 200 ബാത്ത് കൊടുത്ത് ഷൂട്ട് ചെയ്ത് നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കാം. അത് ഇതിലാണ്. ഈ ഓരോ ബോക്സിലും മീറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഈ റെഡ് സിഗ്നൽ കാണുന്നില്ലേ, അവിടേക്ക് നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ബോക്സ് തുറന്ന് താഴേക്ക് വീഴുമ്പോൾ അവ വന്ന് ഇങ്ങനെ കഴിക്കും. അങ്ങനെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യണം. അത് ചുമ്മാ ഒരു അറിയാവുന്നവർക്ക് അത് ചെയ്യാൻ പറ്റും. ഞങ്ങളാരും ചെയ്തില്ല. ഇത് അവിടെ നിൽക്കുന്ന അവർ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പം ആ റെഡ് സിഗ്നലിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇറച്ചി താഴേക്ക് വീഴും. അവയോടി വന്ന് കഴിക്കുകയും ചെയ്യും. അത് ഒരു രസം, അത്രയേ ഉള്ളൂ. 200 ബാത്താണ്. എന്നിട്ട് ഇത് ഓരോ ബോക്സും ഇങ്ങനെ താഴെ വീഴുന്നതനുസരിച്ച് സൈഡിൽ കണ്ടോ അതിങ്ങോട്ട് വരും. അത് ഓരോന്നിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും, ഫില്ലായിക്കൊണ്ടിരിക്കും. ഈ ഇറച്ചി വീണ ബോക്സ് അവിടെ ക്ലോസായി മാറും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതും കണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഞങ്ങളെ പോകുന്നത് അവിടെ ഒരുപാട് നമുക്ക് ഇങ്ങനെയൊക്കെ സാഹസം ഇഷ്ടപ്പെടുന്നു. ഒരുപാട് സാഹസമൊന്നുമില്ല, ചെറിയ സാഹസമൊക്കെ കേട്ടോ. എനിക്കിത് സാഹസമൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഇത് കണ്ടോ, കുഞ്ഞി ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം, ബേബി വിത്ത് ടൈഗർ ഫോട്ടോ. അതിനൊന്നും നമ്മൾ നിന്നില്ല കേട്ടോ. ഈ ഒറ്റ ഇത് മാത്രമാണ് ലക്ഷ്യം, ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുക, പിന്നെ എല്ലാം കണ്ടിറങ്ങുക. ഇത് കണ്ട് പാമ്പൊക്കെ കഴുത്തി തൂക്കി. ഇതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ എല്ലായിടത്തും എപ്പോഴും ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ വലിയ കൗതുകമായിട്ടും തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് അടുത്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അയ്യോ അവരത് മോഹിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ എനിക്ക് നല്ല പേടിയുള്ളതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയില്ല, മാറി നിൽക്കായിരുന്നു കേട്ടോ. വിഷമൊന്നും കാണത്തില്ല അല്ലേ? എനിക്ക് പാമ്പ്, എന്താ പറയാ, പുലി, പൂച്ച ഇതെല്ലാം നമ്മളെ മുയല് ഇത് നമ്മൾ നേരത്തെ പോയ പോലെ തന്നെ ലയണിന്റെ കൂടെ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അവിടെ നമ്മൾ കയറിയൊന്നുമില്ല. ലയൺ ആൻഡ് ടൈഗർ ഉണ്ട്, രണ്ടിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കാം. അത് തന്നെയാണ് കേട്ടോ. അവിടെ ഞങ്ങൾ ജസ്റ്റ് കയറി നോക്കിയിട്ട് തിരികെ പോന്നു. കടുവയുടെ കൂടെ ഫോട്ടോ എടുത്തപ്പോഴേ നമുക്ക് മതിയായിട്ടുണ്ട് കേട്ടോ. ഇത് മതി, നമുക്കൊന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്തല്ലോ. നെക്സ്റ്റ് പിന്നെ ഞങ്ങൾ കണ്ടത് മുതലക്കുട്ടന്മാരെയാണ് കേട്ടോ. അവരിങ്ങനെ കരക്കേറി അടിക്കി കിടക്കാണ് കേട്ടോ. അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പോയാൽ വിവരം അറിയുമായിരിക്കും. ജോസ് പ്രകാശ് പറയുന്ന പോലെ മുതലക്കുട്ടന്മാരെ കൊണ്ട് നിന്നെ തെറ്റിക്കും പറഞ്ഞ. അതുകൊണ്ട് അവിടെ ഇങ്ങനെ കമ്പി വേലി ഇട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കയറി ഒരു സ്റ്റൂൾ പോലെ സാധനം ഇട്ടിട്ടുണ്ട്. അതിന് മണ്ടേ കയറി നമുക്ക് ഇങ്ങനെ കാണാം. അങ്ങനെ ഞങ്ങൾ കയറി കണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് മുതല കുഞ്ഞുങ്ങളാണ് കേട്ടോ. പൊടിക്കുഞ്ഞുങ്ങളില്ലേ, പൊടിക്കുഞ്ഞു ബേബികൾ മുതലയുടെ, അതാണ് ഈ കാണുന്നത്. അവരെ സെപ്പറേറ്റ് ആണ് കേട്ടോ ഇട്ടേക്കുന്നത്. അതും കണ്ട് ഞങ്ങൾ
ടൈഗർ സൂവിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത്രയൊക്കെയായിരുന്നു ടൈഗർ സൂവിലെ കാഴ്ചകൾ. അവിടെ നിന്ന് ലാസ്റ്റ് ഞങ്ങൾ പോയത് ജെയിംസ് ഡിസ്കവറിയിലേക്കായിരുന്നു കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അത് ഇതുപോലെയുള്ള ഒരു വണ്ടിയിലേക്ക് നമ്മൾ കയറും, എന്നിട്ട് ലൈറ്റൊക്കെ ഓഫ് ആക്കും. അത് ഇങ്ങനെ അവർ ഡയമണ്ട് ഉണ്ടാക്കുന്നതും അങ്ങനെ പഴയകാല കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് പോയോ. ഞാൻ എന്നെക്കൂടെ പറ്റുന്ന രീതി കവർ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. Cooling molten rock or lava turns into stones over a period of time. Some of these bear precious metals. The pressure of the earth causes them to crystallize into a variety of precious stones bearing various minerals. The value of mineral stones is determined by their individual qualities, namely beauty, color, hardness, and rarity. High-quality stones or gemstones are popular material for finished jewelry. Traditional open-pit mining. When a gem deposit
ഡ്രസ്സ് അവർ ഇട്ടുകൊടുക്കുന്നത് ഇവിടെ നോക്കണത് അവിടെ ആ പെണ്ണുങ്ങൾ ഇട്ടുകൊടുക്കുന്നത്. in 4 cities, Bangkok, Pattaya, Phuket, and with our warranty system, fully assured that all of our products ഇത് നമ്മൾ ജ്വല്ലറീസിലൊക്കെ ഉപയോഗിക്കുന്ന ഓരോ സ്റ്റോണുകളാണ് കേട്ടോ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ജെയ്ഡ്, റൂബി, ഡയമണ്ട്, അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റോണുകൾ നമ്മൾ ഉപയോഗിക്കത്തില്ലേ, അതിന്റെ ഒന്നും പേരുകൾ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവിടെ എഴുതി വെച്ചേക്കുന്ന വായിച്ചാണ് ഞാനും മനസ്സിലാക്കിയത്. അത് റോ ആയിട്ട് അങ്ങ് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ ഫിനിഷിങ് വരുത്തിയാണ് നമ്മൾ നമ്മുടെ ജ്വല്ലറീസിലൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള സ്റ്റോണുകളാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഇത് വന്ന് ജ്വല്ലറീസ്, ഡയമണ്ടും പേളും അങ്ങനെയുള്ള കാര്യങ്ങൾ മേക്ക് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ. സ്റ്റോൺസ് ഒക്കെ മേക്ക് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പം ഇത് വളരെ മൈന്യൂട്ടായിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. നമുക്ക് അത് കാണുമ്പോഴേ അറിയുള്ളൂ. നമ്മുടെ കിട്ടുമ്പോൾ റൂബി, ഡയമണ്ട്, പേള് അങ്ങനെയൊക്കെയല്ലേ നമുക്കറിയുള്ളൂ. അവർ എന്ത് മൈന്യൂട്ടായിട്ട് എന്ത് ശ്രദ്ധയോട് കൂടിയാണ് ഓരോന്നും മേക്ക് ചെയ്യുന്നതെന്നും ഓരോന്ന് ഷേപ്പ് വരുത്തുന്നതും അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ക്യൂരിയോസിറ്റിയോട് കൂടി ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കി നിന്ന് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് പിന്നെ അവരുടെ ഷോപ്പിലേക്കാണ് കേട്ടോ. ഡയമണ്ടും പേളും ഒരുപാട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഡയമണ്ട്സും പേളും റൂബിയൊക്കെ വിൽക്കണ ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ നമുക്ക് വീഡിയോ അവൈലബിൾ അല്ല. എന്നാൽ ജസ്റ്റ് ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പം അവർ നിർത്താൻ പറഞ്ഞു. ഞാൻ എടുത്തില്ല, എനിക്കറിയില്ലായിരുന്നു കേട്ടോ, അറിയില്ല, ഞാൻ എടുക്കുകയും ചെയ്യില്ലായിരുന്നു. അപ്പം പിന്നെ ഓരോ ഷേപ്സ് കട്ടുകളൊക്കെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെയും ഒരുപാട് പേര് ജ്വല്ലറീസ് വാങ്ങുന്നുണ്ടായിരുന്നു. ഡയമണ്ടും റൂബിയും പേളൊക്കെ ആയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് വാങ്ങാം കേട്ടോ. കല്ലുകളൊന്നും അറിയത്തില്ലല്ലോ ഏതാന്ന്. എല്ലാവരും ഇതാണ് നാച്ചുറൽ റൂബി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനിയുണ്ട് കേട്ടോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ, ഇനി പാർട്ടായിട്ട് വരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാവണം. തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ പിന്നെ പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്, ഹൈപ്പ്. തീർച്ചയായിട്ടും നിങ്ങൾ ഹൈപ്പിലും കൂടെ ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്.